നല്ല മഴ പെയ്ത് എല്ലാവരും കയറി. ഇപ്പം എക്സ്പെക്റ്റ് ചെയ്യുന്നത് മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യും, കളി ഡ്രോ ആവുമെന്നാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുൾ മഴയും മാറി നല്ല ഉഗ്രൻ വെയിൽ വന്നു. ഒരു 5 മിനിറ്റ് മാത്രമാണ് ഇങ്ങനെ മഴ പെയ്തത്. മഴ പെയ്തു, എന്താണ് ഇനി കളി നടക്കോ? ബാഡ് ന്യൂസ് ആണ്. വേഗം മൂടിക്കിടന്നതിൽ നിന്നും നല്ല അതിമനോഹരമായ ഒരു കാഴ്ച നമുക്ക് ഗ്രൗണ്ടിൽ നിന്നാൽ കാണാം. നോ റിസൾട്ട് 1 പോയിന്റ് ആണ്, സാധ്യമല്ല. അപ്പോൾ കവേഴ്സ് നീക്കാൻ പോവാണ്. ആദ്യ ഇന്നിങ്സ് നടക്കുമ്പോൾ പോലും ഇത്രയും വെയിലുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ആ ഗ്രൗണ്ടിന്റെ പൂർണ്ണമായ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. നമ്മളിനി കവറ് മാറ്റണം. ഇപ്പൊ മഴ പെയ്യുമ്പോൾ ടർഫ് വിക്കറ്റുകളിൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് കൊണ്ട് നമ്മൾ വിക്കറ്റ് മൂടും. എന്നാൽ മാത്രമേ നമുക്ക് മഴ പെട്ടെന്ന് മാറിയാൽ കളി തുടരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഷീറ്റ് മാറ്റാനായിട്ട് 1-2 പേര് പോരാ. നമ്മളൊക്കെ കാണാറുണ്ടല്ലോ കളികളിൽ, അതുപോലെ നമ്മളും ഷീറ്റ് പിടിക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ മാച്ചിന്റെ ഇന്നത്തെ അമ്പയേഴ്സ്. അപ്പോൾ നമ്മൾ ഷീറ്റ് പിടിച്ച് ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഷീറ്റ് നമ്മൾ വിക്കറ്റിൽ നീക്കി ഗ്രൗണ്ടിൻ്റെ അറ്റത്തേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. മഴയ്ക്ക് ശേഷമുള്ള ആകാശം വളരെ പ്രത്യേകത നിറഞ്ഞൊരു പ്രത്യേക ഭംഗി അതിൽ തോന്നി. അതുകൊണ്ടാണ് ഈ ക്ലിപ്പിങ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡഗൗട്ടിലേക്ക് തിരിച്ചു പോവാണ്. സെക്കൻഡ് നമ്മുടെ ഇന്നിങ്സ് ഇനിയിപ്പോൾ മഴയ്ക്ക് ശേഷം കണ്ടിന്യൂ ചെയ്യും. എന്റെ കളി കളിക്കട്ടെ കുറച്ചേ. 2 ബോളും അടിക്കടാങ്ങനെ. നിന്റെ പാകിനുള്ള ബോളാണ് ഇനി അടിച്ചോ, അല്ലെങ്കിൽ ആലോചിക്കാം. ലാസ്റ്റ് ബോള് ഇതാർക്കും വേണോ? പോയി ഓറോ പോയി. വെൽ പ്ലേ ഗ്രേസ്, വെൽ പ്ലേ. ഈ ഓവറിലൊരു 20 റൺസ് പറഞ്ഞിട്ടാ. അങ്ങനെ നമ്മൾ മഴ കഴിഞ്ഞും ഒന്ന് തകർത്തടിച്ച് ഒരു 167 റൺസ് എടുത്തിരിക്കുകയാണ്. പിന്നീട് നമ്മളിതാ ബോളിംഗ് വാമപ്പൊക്കെ തുടങ്ങി. ഇനി ഇത് ഡിഫെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എ ഡിവിഷനിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇതൊരു മസ്റ്റ് വിൻ ഗെയിമാണ്. ഇത് ജയിക്കുക അല്ലെങ്കിൽ ഒരു ഡ്രോ എങ്കിലുമാണ് നമ്മൾ ലീസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഇന്നിങ്സിൽ നമ്മുടെ എല്ലാ ബോളേഴ്സും അടിപൊളിയായിട്ട് എറിഞ്ഞ് നല്ലൊരു പെർഫോമൻസ് ആണ് വെച്ചത്. അതെന്തായാലും നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. പുതിയ ക്രിക്കറ്റ് വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്